ഹലോ, ഒരു വീട്ടുജോലി അന്വേഷിച്ചു വന്ന സ്ത്രീയോട് സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ കണ്ടത്. ഇത് 4ാമത്തെ എപ്പിസോഡാണ് ഈ സെയിം വീഡിയോയുടെ. കൈസെ ബാത് കർത്തെ, ഇവരോട് ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു വേലക്കാരിയോട് ഒരു മലയാളി എങ്ങനെ സംസാരിക്കണം, അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അവരോട് ഉപയോഗിക്കേണ്ട, അവിടെ ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട കുറെ ഹിന്ദി വേർഡ്സ് ഈ വീഡിയോയിലൂടെ, വേർഡ്സും സെന്റൻസും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് ഉതകുന്ന സെന്റൻസുകൾ നോക്കിയും കണ്ടുമൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ചൂല് സൈഡ് റൂമിൽ ഉണ്ട്, ജാഡു സൈഡ് റൂം മേ ഹെ. ചൂലിന് പറയുന്നതാണ്, ഹിന്ദിയിൽ പറയുന്നതാണ് ജാഡു. ജാഡു സൈഡ് റൂം മേ ഹെ, സൈഡ് റൂമിലുണ്ട്. ആ സൈഡ് റൂമിന് നമ്മൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും സൈഡ് റൂമിന് സൈഡ് റൂം തന്നെ പറയാം. അല്ലെങ്കിൽ പ്രോപ്പർ ഹിന്ദിയിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ബഗൽവാല കമറയമേ യാ കിനാരെ വാലെ കമറയമേ, അങ്ങനെ ഏത് സൈഡാണോ സൈഡ് കാണിച്ചിട്ടും പറയാൻ പറ്റും. ബഗൽവാല കമറയമേ അങ്ങനെയും പറയാം കേട്ടോ. പലതരത്തിൽ ഇതിനെ പറയാൻ പറ്റും. അടുത്ത് തന്നെ തുടയ്ക്കാനുള്ളതും ഉണ്ട്. അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ജാഡു എവിടെയാണോ വെച്ചത് അതിന്റെ അടുത്ത് തന്നെ. ജാഡു എന്ന് പറഞ്ഞാൽ ചൂലിന്റെ അടുത്ത് തന്നെ തുടയ്ക്കാനുള്ള തുണി വെച്ചിട്ടുണ്ട്. തുടയ്ക്കുന്നതിന് പറയുന്നതാണ് പോച്ച. പോച്ച എന്ന് പറഞ്ഞാല് നിലം നനച്ച് തുടയ്ക്കുന്നതിനാണ് നമ്മൾ പോച്ച എന്ന് പറയുന്നത്. പോച്ച ബി ബഗൽമേയെ. പോച്ച എന്ന് പറഞ്ഞാൽ ആ തുടയ്ക്കുന്ന തുണിക്കും പറയാ പോച്ചാന്ന്. ആ തുടയ്ക്കുന്ന പ്രവൃത്തിയെ നമ്മൾ പോച്ചാക്കർണ എന്നാ പറയും കേട്ടോ. ആ തുടയ്ക്കുന്ന പ്രവൃത്തിയെ പോച്ചാക്കർണ എന്നും പറയും. ആ തുടയ്ക്കുന്ന വസ്തുവിനെ നമ്മൾ പോച്ച എന്നും പറയും കേട്ടോ. തുടയ്ക്കുന്ന വസ്തു തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഉണ്ടല്ലോ, നനഞ്ഞ തുണി, അതിന് പോച്ച എന്ന് പറയും. പോച്ചാബി ബഗൽമേയെ. പോച്ചാബി എന്ന് പറഞ്ഞാൽ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ബഗൽമേ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി. അമ്മ വീട്ടിലുണ്ടല്ലോ, ഇവര് ജോലിക്ക് പോവുകയാണെങ്കിലും അമ്മ വീട്ടിലുണ്ട്. കുച്ച് ബി പരേശാനി ഹേ തോ മമ്മി സേ പൂച്ച് ലേന. കുച്ച് ബി പരേശാനി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം. ഹേ തോ ഉണ്ടെങ്കിൽ, ഹേ തോ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ. കുച്ച് ബി പരേശാനി എന്തെങ്കിലും പ്രയാസം, ബുദ്ധിമുട്ട്, ഇതിനൊക്കെ നമുക്ക് പരേശാനി എന്ന് പറയാം ഹിന്ദിയിൽ. ഹേ തോ ഉണ്ടെങ്കിൽ, മമ്മി സേ പൂച്ച് ലേന അമ്മയോട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി. മമ്മി സേ അമ്മയോട്, പൂച്ച് ലേന ചോദിച്ചാൽ മതി. അടിച്ചു തുടച്ചതിന് ശേഷം തുണി കഴുകണം. അടിച്ചു തുടച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അടിക്കാന്നുള്ളതിന് ജാഡു മാറണ, തുടയ്ക്കാന്നുള്ളതിന് പോച്ച ലഗാന. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ജാഡു പോച്ച എന്ന് പറയാം. ഓക്കെ, അടിക്കുക തുടയ്ക്കാന്നുള്ളതിന് കോമൺലി പറയുന്ന, ഹിന്ദിയിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ് ജാഡു പോച്ച കർണ. ജാഡു പോച്ച കർണ അടിക്കുകയും തുടയ്ക്കുകയും ചെയ്യാം. ഉസ്കെ ബാദ് അതിനുശേഷം കപ്പട ധോലേന. കപ്പട എന്ന് പറഞ്ഞാൽ തുണി, ധോലേന കഴുകണം, കഴുകിയിടണം. തുണി കഴുകിയിടണം. അതിനുശേഷം തുണി അലക്കണം അല്ലെ. അപ്പൊ ഓരോ പണിയും ഇവർക്ക് ഡീറ്റെയിൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. സോഫ്റ്റ് തുണികൾ മെഷീനിൽ കഴുകേണ്ട. മുലായം കപ്പടെ മെഷീനെ മത്ത് ധോന. മുലായം കപ്പട എന്ന് സോഫ്റ്റ് തുണികളൊക്കെ അല്ലെ, മെഷീനിലിട്ട് കുറെ കറങ്ങി കഴിയുമ്പോൾ ആ തുണിയൊക്കെ വേസ്റ്റ് ആയിപ്പോവും. മീൻസ് അതൊക്കെ ഡാമേജ് ആയിപ്പോവും, വേഗം കീറിപ്പോവുക, അതിന് ടെക്സ്ചർ മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് നല്ല തുണികളൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ആണ് സാധാരണ ചെയ്യല്. അപ്പം ഈ സർവൻ ലേഡിക്ക് അത് അറിയില്ലെങ്കിൽ, മെയ്ഡ് മീനയ്ക്ക് ഇത് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മുലായം കപ്പടെ മെഷീൻമേ മത് ധോന. സോഫ്റ്റ് ആയിട്ടുള്ള തുണികളൊന്നും മെഷീനിലിട്ട് കഴുകരുത്. അത് പ്രത്യേകം കൈകൊണ്ട് കഴുകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തുണി അധികം വെയിലത്തുണക്കരുത്. കപ്പടെ ജാദാ ധൂപ്മേ മത്ത് സുഖാന. മത്ത് സുഖാന എന്ന് പറഞ്ഞാല് ഉണക്കരുത്. സുഖാന എന്ന് പറഞ്ഞാൽ ഉണക്കുക, മത്ത് സുഖാന ഉണക്കരുത്. കപ്പടെ തുണി, ജാദ കൂടുതൽ, ധൂപ്മേ വെയിലത്ത്. തുണി കൂടുതൽ വെയിലത്ത് ഉണക്കരുത്. കപ്പടെ ജാദ ധൂപ്മേ മത്ത് സുഖാന. കപ്പടെ ജാദ ധൂപ്മേ മത്ത് സുഖാന എന്ന് പറഞ്ഞാൽ തുണി കൂടുതൽ വെയിലത്തിട്ട് ഉണക്കരുത്. കൂടുതൽ വെയിലത്തിട്ട് ഉണക്കിയാലും ഇതുപോലെ തന്നെ ഈ സോഫ്റ്റ് തുണികളോ അല്ലെങ്കിൽ നല്ല ടെക്സ്ചറുള്ള തുണിയൊക്കെ ആണെങ്കിൽ അതിന്റെ കളറൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും, തുണി ഡാമേജ് ആവും. അപ്പൊ ചില തുണികളൊക്കെ നമ്മൾ ഷെയ്ഡിലാണ് ഉണക്കാനിടുക. വിലവെഴുപ്പുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഷെയ്ഡിലിട്ടിട്ട് ഉണക്കും. അതൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇവർക്ക്. സോപ്പ് പൗഡർ ബാത്റൂമിലുണ്ട്. വാഷിംഗ് പൗഡർ ബാത്റൂമേ ഹി ഹെ. ബാത്റൂമേ ഹി ഹെ എന്ന് പറയുന്നത് ബാത്റൂമിൽ തന്നെയുണ്ട്. ഓക്കെ, ബാത്റൂമിലുണ്ട്, ബാത്റൂമിൽ തന്നെ ഉണ്ട്. സോപ്പ് പൗഡറും ബാത്റൂമിലുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞ വാഷിംഗ് പൗഡർ നിനക്ക് ബാത്റൂമിൽ കിട്ടും, അത് അവിടെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ സോപ്പ് പൗഡർ. ബാത്റൂമിൽ തന്നെ. മേ ഹി അവിടെ തന്നെ ഉണ്ട്, ബാത്റൂമിൽ തന്നെ ഉണ്ട് വാഷിംഗ് പൗഡറും. അപ്പം തുണി കഴുകാണ്ട പണി കൊടുത്തു, അടിച്ചു വാരി തുടയ്ക്കുന്നതിന്റെ പണി കൊടുത്തു, തുണി വാഷിംഗ് മെഷീനിൽ ഏതൊക്കെ ഇടണമെന്ന് പറഞ്ഞു കൊടുത്തു, വെയിലത്ത് ഉണക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു,
വാഷിംഗ് പൗഡർ എവിടെയാണ് ഉള്ളതെന്നും പറഞ്ഞു കൊടുത്തു. നീ പുറത്തെ ബാത്റൂം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ അവർക്ക് പേഴ്സണൽ യൂസിന് ഒരു ബാത്റൂം വേണമല്ലോ ഈ സ്ത്രീ, മീൻസ് രാവിലെ തൊട്ട് ഉച്ചവരെ വർക്ക് ചെയ്യുമ്പം അവർക്ക് പേഴ്സണൽ യൂസിന് ഒരു ബാത്റൂം വേണം. തും ബാഹർ കാ ബാത്റൂം ഇസ്തമാൽ കർ ലേന, തും നീ ബാഹർ കാ പുറത്തുള്ള ബാത്റൂം തന്നെ ഇസ്തമാൽ കർന എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. നീ പുറത്തുള്ള ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ മതി. ടോയ്ലറ്റ് ബാത്റൂം എല്ലാം കൂടി കമ്പൈൻഡ് ആയിരിക്കുമല്ലോ. നീ പുറത്തുള്ള ബാത്റൂം ഉപയോഗിച്ചാൽ മതി. ഇസ്തമാൽ കർണ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഇസ്തമാൽ കർലേന ഉപയോഗിച്ചാൽ മതി, അത് ഉപയോഗിച്ചോളൂ. ഇസ്തമാൽ കർലേന അത് ഉപയോഗിച്ചോളൂ. തും ബാഹർ കാ ബാത്റൂം ഇസ്തമാൽ കർലേന, പുറത്തുള്ള ബാത്റൂം ഉപയോഗിച്ചാൽ മതി. ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. അത് അവൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിനെയാണ് പറയുന്നത്. നീ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ടോയ്ലറ്റ് അമേശ സാഫ് രഖ്ന. ടോയ്ലറ്റ് അമേശ എന്ന് പറഞ്ഞാൽ എപ്പോഴും, എല്ലായ്പ്പോഴും. സാഫ് രഖ്ന എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കണം. എപ്പോഴും ടോയ്ലറ്റ് വൃത്തിയാക്കി വെക്കണം. അത് സ്വന്തം ഉപയോഗിക്കാൻ കൊടുത്തതല്ലേ, പുറത്തുള്ള ടോയ്ലറ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് വൃത്തിയേടാക്കിയിട്ട് വരരുതെന്ന്. ടോയ്ലറ്റ് അമേശ സാഫ് രഖ്ന എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായിട്ട് വെക്കണം. സാഫ് രഖ്ന എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കുക. അമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും. തുടയ്ക്കാനുള്ള ബക്കറ്റ് പുറത്ത് പൈപ്പിനടുത്ത് ഉണ്ട്. തുടയ്ക്കാനുള്ള എന്നതിന് പോച്ച ലഗാനെ വാല. പോച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടയ്ക്കുന്നതിനാണ് പറയുക. പോച്ച ലഗാന എന്ന് പറഞ്ഞാൽ തുടയ്ക്കാം. ലഗാനെ വാല പോച്ച മീൻസ് നനച്ച് തുടയ്ക്കാനുള്ള ബക്കറ്റ് ബാഹർ നൽകെ പാസ്. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, നൽകെ പാസ് എന്ന് പറഞ്ഞാൽ പൈപ്പിനടുത്ത്. നൽ എന്ന് പറഞ്ഞ പൈപ്പാണ്, നൽകെ പാസ് എന്ന് പറഞ്ഞാൽ പൈപ്പിനടുത്തുണ്ട്. അപ്പം തുടയ്ക്കാനുള്ള ബക്കറ്റ് പുറത്ത് പൈപ്പിനടുത്ത് ഉണ്ട്. ഓക്കെ, തുടയ്ക്കാനുള്ള ബക്കറ്റ് പുറത്ത് പൈപ്പിനടുത്തുണ്ട്. പോച്ച ലഗാനെ വാല ബക്കറ്റ് ബാഹർ നൽകെ പാസ് ഹെ. പോച്ച ലഗാനെ വാല ബക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കുളിക്കുന്ന ബക്കറ്റ് ഒന്നും നമ്മൾ അതിന് ഉപയോഗിക്കില്ല, അതിന് പ്രത്യേക ബക്കറ്റ് ആയിരിക്കുമല്ലോ വെച്ചിരിക്കുക. അതെവിടെയുള്ളതെന്നാ പറഞ്ഞു കൊടുക്കുന്നത്, ബാഹർ നൽകെ പാസ്. എന്റെ മൊബൈൽ നമ്പർ കലണ്ടറിന് പിറകിലുണ്ട്. മേരാ മൊബൈൽ നമ്പർ. എന്റെ മൊബൈൽ നമ്പർ എന്ന് എങ്ങനെയാ പറയാ, മേരാ മൊബൈൽ നമ്പർ. കലണ്ടറിന് കലണ്ടർ എന്ന് തന്നെ പറയാം. കലണ്ടറിന്റെ പിറകിൽ എന്ന് പറയുന്നതാണ് കലണ്ടർക്ക് പീछे ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട്. പീछे ലിഖാ ഹെ, പിറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ മൊബൈൽ നമ്പർ കലണ്ടറിന്റെ പിറകെ എഴുതി വെച്ചിട്ടുണ്ട്. മേരാ മൊബൈൽ നമ്പർ കലണ്ടർക്ക് പീछे ലിഖാ ഹെ എന്ന് പറഞ്ഞാൽ എന്റെ മൊബൈൽ നമ്പർ കലണ്ടറിന്റെ പിറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം എന്നാ വിളിച്ചോളൂ എന്നുള്ള മട്ടില. ഓക്കെ, എന്റെ മൊബൈൽ നമ്പർ എന്ന് പറയാം മേരാ മൊബൈൽ നമ്പർ. കലണ്ടർക്ക് പീछे എന്ന് പറഞ്ഞാൽ കലണ്ടറിന് പിറകിൽ ലിഖാ ഹെ എഴുതിയിട്ടുണ്ട്. അപ്പം കലണ്ടറിന്റെ പിറകിൽ പോയി നോക്കി അവർക്ക് അവരുടെ നമ്പറിൽ കിട്ടും. മിക്കവാറും സ്ത്രീകൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലേ, എല്ലാം കുറച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് അവർ ഓരോ പ്രവൃത്തിയും ചെയ്ത് വെക്കുക. അഥവാ മറന്നു പോയാലോ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ പെട്ടെന്ന് വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ മാത്രം അതിൽ വിളിക്കുക. ബഹോ ജരൂരി ബാത്ത് തോ മുझे उसमें കോൾ കർ ദേന. അതുകൊണ്ട് അത്യാവശ്യത്തിന് പറയുന്നതാണ് ബഹോ ജരൂരി. ബഹോ ജരൂരി ബാത്ത്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം, വലിയ, അതിനൊക്കെ ബഹുത്ത് എന്ന് ഉപയോഗിക്കാം. ജരൂരി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള, അത്യാവശ്യമുള്ള. ബാത്തേത്തോ കാര്യമുണ്ടെങ്കിൽ, അത്യാവശ്യ കാര്യം വല്ലതുമുണ്ടെങ്കിൽ. ഹേത്തോ ഉണ്ടെങ്കിൽ മാത്രം. മുझे എന്നെ, ഉസ്മേ കോൾ കർ ദേന. ഉസ്മേ എന്ന് പറഞ്ഞാൽ ആ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കണം. എന്തെങ്കിലും വലിയ അത്യാവശ്യം എന്താ, ആർക്കെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാധനം തപ്പിയിട്ട് കിട്ടിയില്ല, എസെൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കുക, അന്നേരം അങ്ങനത്തേതിനൊക്കെ മീൻസ് ചെറിയ കാര്യങ്ങൾക്കൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അവർ മീൻ ചെയ്തത് കേട്ടോ. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അതിൽ വിളിക്കുക. ബഹോ ജരൂരി ബാത്ത് ഹെ തോ മുझे उसमें കോൾ കർ ദേന. ബഹോ ജരൂരി ബാത്ത് ആണ് അത്യാവശ്യ കാര്യങ്ങൾ. ശേഷം ലഞ്ച് റെഡിയാക്കണം. ശേഷം എന്ന് പറഞ്ഞാൽ ഈ തുണി കഴുകിയതിന് ശേഷം, തുണി കഴുകുന്ന പണിയാണല്ലോ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് റെഡിയാക്കണം. ബാദ്മേ ലഞ്ച് തയ്യാർ കർ ലേന. ബാദ്മേ എന്ന് പറഞ്ഞാൽ ശേഷം. ലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ദുപാർ കാ ഖാന എന്ന് പറയാം. ഓക്കെ, ദുപാർ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന് ദുപാർ കാ ഖാന എന്നും പറയാം, ലഞ്ച് എന്നും പറയാം. ബുറും ഖാന എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ തയ്യാർ കർ ലേന. തയ്യാർ കർ ലേന എന്ന് പറഞ്ഞാൽ തയ്യാറാക്കണം, ലഞ്ച് റെഡിയാക്കണം. ഈ ഇതൊക്കെ കഴുകിയതിന് ശേഷം, ഇതൊക്കെ കഴുകിയിട്ട് തുടച്ച് പാത്രം ഡ്രസ്സൊക്കെ കഴുകിയതിന് ശേഷം ലഞ്ച് റെഡിയാക്കണം. ഇവർക്ക് രണ്ടിനും വേണമുണ്ടോ ലഞ്ച്?
ഒരു ഗ്ലാസ് അരി വേവിക്കണം. ഏക് ഗ്ലാസ് ചാവൽ പക്കാനാ ഹെ. ഒരു ഗ്ലാസ് അരി വേവിക്കണം. ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ ലഞ്ച് കഴിക്കാൻ, മറ്റവരൊക്കെ ടിഫിനും കൊണ്ട് പോയവരല്ലേ. ഏക് ഗിലാസ് ചാവൽ പക്കാനാ ഹെ. ഏക് ഗിലാസ് എന്ന് പറയുന്ന ഗ്ലാസ്സിനാണ്. ചാവൽ അരി, പക്കാനാ ഹെ വേവിക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് അരി വേവിക്കണം. ഒരു ഗ്ലാസ് മതിയാവും രണ്ടുപേർക്ക് കഴിക്കാൻ, എന്നാലും ബാക്കി ഉണ്ടാവും. ഏക് ഗിലാസ് ചാവൽ പക്കാനാ ഹെ. ഒരു ഗ്ലാസ് അരി വേവിക്കണം. പിന്നെ ഇവരിൽ ചിലര് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചിലപ്പം ബാക്കിയുണ്ടായ സ്ത്രീക്കാണെങ്കിൽ പറ്റുമല്ലോ. കുറച്ച് പച്ചടി ഉണ്ടാക്കണം. തോട റൈത്ത ബനാന ഹെ. കുറച്ച് എന്നാ തോട, പച്ചടിക്ക് റൈത്ത എന്നാണ് പറയാ, ഉണ്ടാക്കണം. ബനാന ഹെ. ഈ റൈത്ത എന്ന് പറയുന്നത് നമ്മുടെ തൈരില്, കട്ടത്തൈരില് ചിലതരം ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ മുറിച്ചിട്ട്, കുക്കുംബറും ടമാറ്ററും ഉള്ളിയും എല്ലാം കൂടി മുറിച്ചിട്ടിട്ട് ലേശം ഉപ്പിട്ടുണ്ടാക്കുന്നതാണ്. അതാണ് റൈത്ത. നമ്മുടെ പച്ചടി ലേശം വ്യത്യാസം ഉണ്ടാവും. പച്ചടിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് റൈത്ത എന്ന് പറയുന്നത്. നമ്മുടെ പച്ചടി എനിക്ക് തോന്നുന്നത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയൊക്കെ ചെയ്യും അല്ലെ. ഇതിൽ റൈത്തയിൽ പച്ചത്തൈരിലാണ് ഇടുക, പച്ചത്തൈരിൽ. തൈര് ഫ്രിഡ്ജിലുണ്ട്. ദഹി ഫ്രിഡ്ജ് മേ ഹെ. ദഹി ഫ്രിഡ്ജ് മേ ഹെ എന്ന് പറയുന്നത് തൈര് ഫ്രിഡ്ജിൽ ഉണ്ട്. ദഹി എന്ന് പറഞ്ഞാൽ തൈര്, ഫ്രിഡ്ജ് മേ ഹെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ റൈത്ത ഉണ്ടാക്കാനുള്ള തൈര് എവിടെയാണ് എന്ന് പറഞ്ഞതാണ്. ദഹി ഫ്രിഡ്ജ് മേ ഹെ എന്ന് പറഞ്ഞാൽ തൈര് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ എടുത്തിട്ട് റൈത്ത ഉണ്ടാക്കാം. അപ്പൊ ഒരു ഗ്ലാസ് ഉച്ചക്കത്തേക്കുള്ളത്, ഒരു ഗ്ലാസ് അരി പക്കാനാ ഹെ, ചാവൽ പക്കാനാ ഹെ എന്ന് പറഞ്ഞു. അരി വേവിക്കണം, റൈത്ത ഉണ്ടാക്കണം. റൈത്തയ്ക്കുള്ള ദഹി ഫ്രിഡ്ജിലുണ്ട്. കുറച്ച് വെണ്ടക്ക ഉപ്പേരിയും ഉണ്ടാക്കിക്കോളൂ. തോടാസ കുറച്ച്. ഭിണ്ടിക്ക, ഭിണ്ടിയുടെ, ഭിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയാണ്, വെണ്ടക്ക. ഭിണ്ടിക്ക സബ്ജി ബി ബനാവോ. സബ്ജി ബി ബനാതെ സബ്ജിയും അല്ലെങ്കിൽ ഉപ്പേരിയും ഉണ്ടായിക്കോളൂ. നോർത്തിലൊന്നും ഉപ്പേരി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാവില്ല കേട്ടോ. അവരെല്ലാത്തിനും പച്ചക്കറി എങ്ങനെ വേവിച്ചാലും അവരതിന് പേരിട്ട് ഇരിക്കുന്നത് സബ്ജിന്ന്. അത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലും മുറിച്ചിട്ടിട്ട് ഉരുളക്കിഴങ്ങിന്റെ കൂടെയൊക്കെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടും വേവിക്കുക. എല്ലാത്തിനും പറയാ സബ്ജി എന്നാ പറയാ. അപ്പം വെണ്ടക്കയുടെ സബ്ജി ഉണ്ടാക്കാനാണ് പറയുന്നത് അവര്. ഭിണ്ടിക്ക സബ്ജി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയുടെ ഉപ്പേരിയോ സബ്ജിയോ. നമ്മളിവിടെ എങ്ങനെയാ ഉണ്ടാക്കുക, ചെറുതാക്കി മുറിച്ചിട്ടിട്ട് തന്നെ വേവിക്കാൻ ഇവിടെ സബ്ജി എന്ന് പറയില്ല, നമ്മള് ഉപ്പേരി എന്നാ പറയല്ലേ. തോടാസ ഭിണ്ടിക്ക സബ്ജി ബി ബനാലോ. കുറച്ച് വെണ്ടക്കയുടെ ഉപ്പേരിയും ഉണ്ടായിക്കോളൂ. മുളക് കുറച്ചിട്ടാൽ മതി. മിർച്ച് കം ഡാൽ ദേന. മിർച്ച് കം ഡാൽ ദേന. മിർച്ച് കം ഡാൽ. മിർച്ച് എന്ന് പറഞ്ഞാൽ മുളക് കേട്ടോ. മിർച്ചി എന്ന് പറഞ്ഞാൽ മുളകാണ്, മിർച്ച് എന്ന് പറഞ്ഞാലും മുളകാണ്. മിർച്ച് കം ഡാൽ ദേന എന്ന് പറഞ്ഞാൽ മുളക് കുറച്ചിട്ടാൽ മതി. കം ഡാൽ ദേന എന്ന് പറഞ്ഞാൽ കം എന്ന് പറഞ്ഞാൽ കുറച്ച്, ഡാൽ ദേന ഇട്ടാൽ മതി. മിർച്ച് കം ഡാൽ ദേന. അവരുടെ വീട്ടിലെ ഹാബിറ്റ് അങ്ങനെയായിരിക്കും, കുറച്ച് മസാല കുറച്ച് മാത്രം കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മിർച്ച് കം ഡാൽ ദേന എന്ന് പറഞ്ഞാൽ മുളക് കുറച്ചിട്ടാൽ മതി. ചിലപ്പം ആ അമ്മയുണ്ടല്ലോ അവിടെ ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് മിർച്ച് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മുളക് കുറച്ചിട്ടാൽ മതി. എങ്ങനെ പറയാം? മിർച്ച് കം ഡാൽ ദേന. മിർച്ച് കം ഡാൽ ദേന. മിർച്ച് എന്ന് പറഞ്ഞാലും മിർച്ചി എന്ന് പറഞ്ഞാലും മുളക് തന്നെയാണ്. സംസാരിക്കുമ്പോൾ മിർച്ച് എന്നാണ് സാധാരണ പറയട്ടോ. എഴുത്ത് ഭാഷയിൽ മിർച്ചി എന്നാണ് ഉപയോഗിക്കാറ്. ലഞ്ച് കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം നീ വീട്ടിൽ പോയിക്കോളൂ. ലഞ്ച് കെ ബാദ് കിച്ചൺ സാഫ് കർക്കെ തും ഘർ ചലേ ജാന. ലഞ്ച് കെ ബാദ്, ലഞ്ച് കഴിഞ്ഞ്, കിച്ചൺ സാഫ് കർക്കെ, കിച്ചൺ വൃത്തിയാക്കിയതിനു ശേഷം. കിച്ചണ് രസോയി എന്ന് പറയാട്ടോ. ആക്ച്വൽ വേർഡ് രസോയിയാണ്. കിച്ചൺ എന്ന് പറഞ്ഞാലും അതിൽ കുഴപ്പമൊന്നുമില്ല. ചില ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ അവരും ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വേർഡ്സ് അവരുടെ സംസാരത്തിലും ഉപയോഗിക്കും. കിച്ചൺ സാഫ് കർക്കെ തും ഘർ ചലേ ജാന. നീ വീട്ടിൽ പോയിക്കോളൂ. അപ്പൊ അവർക്കൊരു ബ്രേക്ക് കൊടുക്കുക. രാവിലെ 7 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടല്ലോ, 7 മണി തൊട്ടിട്ട് ഇപ്പം ലഞ്ച് കഴിയുമ്പോഴേക്കും 2-2:30 ആവുമല്ലോ. അന്ന് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയിക്കോളൂ. ലഞ്ച് കെ ബാദ് കിച്ചൺ സാഫ് കർക്കെ. ലഞ്ച് കഴിച്ചതിന് ശേഷം കിച്ചൺ സാഫ് കർക്കെ, കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം തും ഘർ ചലേ ജാവോ. നീ വീട്ടിൽ പോയിക്കോളൂ. അപ്പൊ ഇവർക്ക് കുറച്ച് വീട്ടിലൊരു കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്. അപ്പം വീട്ടിലെ ഭക്ഷണമൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. ഒരു ക്ലീനിങ്ങും അവിടുത്തെ തുണി കഴുകലും അവിടുത്തെ മറ്റു രാവിലെ കുറച്ച് നേരത്തെ വന്നവരല്ലവര്. അപ്പൊ അതിനാണ് ഇവളെ കുറച്ചു നേരം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ടേ പോകാവൂ. അമ്മ വീട്ടിലുണ്ട്. മമ്മിക്കോ ബതാക്കർ ജാനാ ഹെ. മമ്മിക്കോ അമ്മയോട്, ബതാക്കർ പറഞ്ഞിട്ട്, ജാനാ ഹെ. ബതാക്കർ ജാനാ ഹെ എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞിട്ട് പോകും. ഓക്കെ, ആരോടും പറയാതെ അങ്ങ് പണിയും കഴിഞ്ഞ് അങ്ങ് പോകരുത്. കാരണം അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിലുള്ള, അകത്തുനിന്ന് വാതിലൊക്കെ കുറ്റിയിടേണ്ടി വരും.
ഗേറ്റ് അടയ്ക്കേണ്ടി വരും. ഇവർ പോയാൽ അമ്മ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കണം, ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോൾ ഒക്കെ. അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് പറയുന്നത്. മമ്മിക്കോ ബജാക്കർ ജാന ഹെ, അമ്മയോട് പറഞ്ഞിട്ടേ പോകാവൂ. വൈകിട്ട് 5 മണിക്ക് വീണ്ടും വരണം. ഷാം കോ 5 ബജെ ഫിർ ആ ജാന. വൈകിട്ട് എന്നുള്ളതിനെ പറയുന്നതാണ് ഷാം കോ 5 മണിക്ക് 5 ബജെ ഫിർ ആ ജാന, വീണ്ടും വരണം. ഷാം കോ 5 ബജെ ഫിർ ആ ജാന എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് വീണ്ടും വരണം. കാരണം വൈകിട്ട് ഇവർക്ക് വീട്ടിൽ എല്ലാവരും ജോലി കഴിഞ്ഞ് എല്ലാവരും വരും. അവർക്ക് ചായ ഉണ്ടാക്കണം വൈകുന്നേരം, പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഈ ഇവർ വന്ന് അവരുടെയൊക്കെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവും, ബാഗിൽ അതൊക്കെ എടുത്ത് കഴുകി വെക്കണം. അങ്ങനെ കുറെ പണി ഉണ്ടാവും. പിന്നെ അലക്കിയിട്ട് തുണി മടക്കി വെക്കേണ്ടി വരും. ഗേറ്റ് കുറ്റിയിട്ടിട്ടേ പോകാവൂ. ഗേറ്റിൽ തുറന്നിട്ട് പോകരുതെന്നാ പറയാം. തുറന്നിട്ട് പോകുമ്പോൾ ചിലപ്പം പട്ടിയോ എന്തെങ്കിലുമൊക്കെ കയറി വരില്ല, അതിനായിരിക്കും ഗേറ്റ് കുറ്റിയിട്ടിട്ടേ പോകാവൂ. ഗേറ്റ് പർ കുണ്ടി ലഗാക്കർ ജാന. കുണ്ടി ലഗാന എന്ന് പറഞ്ഞാൽ കുറ്റിയിടുന്നതിനാണ് കേട്ടോ പറയാ. കുണ്ടി എന്ന് പറഞ്ഞാൽ കുറ്റിയാണ്, ലഗാക്കർ ഇട്ടിട്ട്, ജാന ഹെ പോകാവൂ. ഗേറ്റ് പർ കുണ്ടി ലഗാക്കർ ജാന ഹെ എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ കുറ്റിയിട്ടിട്ടേ പോകാവൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ